നിരവധി വെല്ലുവിളികളെ അതിജീവിച്ചു വേണം കൊച്ചി മെട്രോ റെയിൽ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ. നഗരത്തിലെ ജനത്തിരക്കേറിയ മേഖലകളിലൂടെയും പ്രധാന റോഡുകളിലൂടെയും കടന്നുപോകുന്ന റെയിലിന്റെ നിർമ്മാണം തന്നെയാണ് പ്രധാന വെല്ലുവിളി. ഇതിനു മുൻപ് സ്ഥലമെടുപ്പും കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരവും ഉൾപ്പെടെ നിരവധി കടമ്പകൾ വേറെയാണ്. 4427 കോടി രൂപ നിർമ്മാണ ചെലവ് പ്രതീക്ഷിക്കുന്ന കൊച്ചി മെട്രോ റെയിൽ കേന്ദ്രാനുമതി കിട്ടിയാൽ 4 വർഷത്തിനകം പൂർത്തിയാക്കാമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെയും കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന്റെയും പ്രതീക്ഷ. നിശ്ചിത സമയത്തിനകം പണി പൂർത്തിയാക്കിയില്ലെങ്കിൽ ചിലവ് ഇതിലും കൂടുമെന്നതിനാൽ പെട്ടെന്ന് നിർമ്മാണം തുടങ്ങിയേ മതിയാകൂ. എന്നാൽ നോർത്ത് മേൽപ്പാലം പുതുക്കിപ്പണിയുന്നതിന് മുന്നോടിയായി വ്യാപാരികളെ പുനരധിവസിപ്പിക്കുന്നതും ബദൽ റോഡുകൾ അറ്റകുറ്റപ്പണി നടത്തുന്നതും ഉൾപ്പെടെയുള്ള പ്രാരംഭ ജോലികൾ പോലും വൈകുകയാണ്. ഇതുവരെയുള്ള എല്ലാ പദ്ധതികളും മുൻനിശ്ചയപ്രകാരം പൂർത്തിയാക്കാൻ ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷന് കഴിഞ്ഞിട്ടുണ്ടെന്ന് മാത്രമാണ് പ്രതീക്ഷ. എറണാകുളം ഒഴികെയുള്ള 6 വില്ലേജുകളിലായി 39.52 ഏക്കറിൽ സ്ഥലമേറ്റെടുപ്പ് സർവേ പൂർത്തിയായി. ആകെ 606 ഏക്കർ ഭൂമിയാണ് ഏറ്റെടുക്കേണ്ടത്. 98 വ്യാപാര സ്ഥാപനങ്ങളും 63 വീടുകളും പൊളിച്ചു മാറ്റേണ്ടി വരും. എന്നാൽ എറണാകുളത്തെ വ്യാപാരികളുടെ തർക്കം മൂലം സർവേ നീളുകയാണ്. മെട്രോ റെയിലിന്റെ നിർമ്മാണം കൊച്ചിയെ നിശ്ചലമാക്കാതിരിക്കാനായി നിരവധി പദ്ധതികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. എന്നാൽ ബദൽ ഗതാഗത മാർഗങ്ങൾ എത്രത്തോളം ഫലപ്രദമാണെന്നതും നഗരം നേരിടുന്ന വെല്ലുവിളിയാണ്. മനോരമ ന്യൂസ്, കൊച്ചി.